സീക്രട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഷെഫ് സീക്രട്ടിൽ ഒരു സൗത്ത് ഇന്ത്യൻ സ്പെഷ്യൽ വിഭവമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ കിഴി കൊണ്ടുണ്ടാക്കിയ ഒരുപാട് വിഭവം തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്നും അതുപോലത്തെ ഒരു വിഭവമാണ് തയ്യാറാക്കാനും പോകുന്നത്, കിഴി പൊറോട്ട. നമുക്കിതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൊറോട്ട 2 എണ്ണം, ബീഫ് കറി 1 കപ്പ്, ബീഫിന്റെ ഗ്രേവി ആവശ്യത്തിന്, തേങ്ങ അരിഞ്ഞത് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1 സ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, വറ്റൽമുളക് ആവശ്യത്തിന്, ചിക്കൻ മസാല 1 സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മീറ്റ് മസാല 1 സ്പൂൺ. നമുക്കിനി ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് നോക്കാം. ആദ്യം അടുപ്പിൽ ഒരു ചീനിച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി അരിഞ്ഞതിട്ട് വഴറ്റുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ അരിഞ്ഞതുമിട്ട് വീണ്ടും വഴറ്റണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് വീണ്ടും നന്നായി വഴറ്റണം. അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ മീറ്റ് മസാല, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ബീഫിന്റെ ഗ്രേവി കൂടിയിട്ട് നന്നായി ഇളക്കണം. എന്നിട്ട് 1 കപ്പ് ബീഫ് കറി കൂടി ഇട്ട് വീണ്ടും ഇളക്കണം. ഇനി നമുക്ക് കിഴി റെഡിയാക്കാം. അതിനായി 2 വാട്ടിയ വാഴയില എടുത്തിട്ട് അതിലേക്ക് ഒരു പൊറോട്ട വെച്ചതിന് ശേഷം ബീഫ് കറി ഇട്ട് തയ്യാറാക്കിയ കൂട്ട് അതിലേക്ക് ഇടണം. അതിനുശേഷം അതിന്റെ മുകളിലേക്ക് ഒരു പൊറോട്ട കൂടി വെച്ച് കൊടുക്കണം. എന്നിട്ട് വാഴയില കൊണ്ട് നന്നായി മടക്കിയതിനു ശേഷം ഒരു വാഴവള്ളി എടുത്ത് നന്നായി കെട്ടണം. അതിനുശേഷം അടുപ്പിൽ ഒരു പാൻ വെച്ച് ചൂടാക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കിഴി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആവി കിഴിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. ഇതോടെ നമ്മുടെ കിഴി പൊറോട്ട റെഡി. ഇതൊരു സൗത്ത് ഇന്ത്യൻ ഡിഷാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെടാവുന്ന ഒരു വിഭവം കൂടിയാണിത്. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവമാണ് പൊറോട്ടയും ബീഫും. പിന്നെ കിഴിയിലായതുകൊണ്ട് തന്നെ ഇതിന്റെ രുചി പ്രത്യേകിച്ച് പറയേണ്ടതുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വിഭവം രുചിച്ചറിയണം. പിന്നെ ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും വേണം. ഒപ്പം ഇതുപോലത്തെ രുചികരവും സ്വാദിഷ്ടവുമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.